മൂന്നാം തവണ അധികാരത്തിലേറിയ മോദിയോട് ആ പണം കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഈ നാട്. പുതിയ ബജറ്റ് 2 സംസ്ഥാനങ്ങളുടേത് മാത്രമാക്കിയ സാഹചര്യത്തിൽ വിമർശകർ മോദിയുടെ ആ പഴയ പ്രസംഗം വീണ്ടും പ്രചരിപ്പിക്കുകയാണ്. ഹിന്ദി ഭൂമികയിലെ സാമൂഹിക മാധ്യമങ്ങളിലാണ് പ്രസംഗം കൂടുതലായും പ്രചരിക്കുന്നത്. विदेशी बैंकों में जो काला धन पड़ा है वो हिंदुस्तान के गरीब का पैसा है, हिंदुस्तान के गरीब का हक का पैसा है। ये चोर लुटेरों ने हिंदुस्तान के खजाने को लूट लूट करके വിദേശ രാജ്യങ്ങളിലെ കള്ളപ്പണം ഇന്ത്യയിലെത്തിക്കാൻ പ്രത്യേക ദൗത്യസേന രൂപവൽക്കരിക്കുമെന്നായിരുന്നു 2014 BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന നരേന്ദ്രമോദി പറഞ്ഞത്. ചൈപേ ചർച്ചയ്ക്കിടെയുള്ള ചോദ്യത്തിനിടെയായിരുന്നു ഈ മറുപടി. പിന്നീട് പൊതുപരിപാടികളുടെ പ്രധാന പ്രസംഗ വിഷയമായത് മോദി മാറ്റി. കള്ളപ്പണം തടയാൻ നിയമം കൊണ്ടുവരും, നിയമാനുസൃതം നികുതി അടക്കുന്നവർക്ക് സമ്മാനം നൽകും, അടക്കേണ്ട നികുതിയുടെ 5 മുതൽ 10% വരെയാണ് സമ്മാനമായി നൽകുകയെന്നും മോദി പറഞ്ഞു. ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കള്ളപ്പണമാണ്. രാജ്യത്തെ ബാധിക്കുന്നത് 2 തരത്തിലുള്ള കള്ളപ്പണമാണ്. രാജ്യത്തിനകത്ത് സമാന്തരമായി കള്ളപ്പണത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഉണ്ടാകുന്നതായി ഒന്ന്, മറുവശത്ത് രാജ്യത്തിന് പുറത്ത് ഇന്ത്യക്കാർ കോടികൾ നിക്ഷേപിക്കുന്നു. രാജ്യദ്രോഹപരമായ ഈ പ്രവൃത്തി BJP അധികാരത്തിൽ വന്നാൽ തടയും. ബായിയോം ബഹനോം അച്ചാദിൻ ആഗയ എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞു. അദാനിയും അംബാനിയും ഉൾപ്പെടെയുള്ള ചിലർ ഇതനുഭവിക്കുന്നുണ്ട് എന്നറിയാം. എന്നാൽ ഇന്ത്യയിലെ സാധാരണക്കാരനായ മനുഷ്യന്റെ അവസ്ഥ വറചട്ടിയിൽ നിന്ന് എരിതീയിലേക്ക് തന്നെയാണ്.